ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കർത്താവിൻ്റെ ശക്തി നിന്നിലേക്ക് ആവശ്യിക്കട്ടെ. അടിപ്പട പോലെ വൈദാഖലപ ദൈവികമായ ശക്തി നിൻ്റെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ വിശുദ്ധ രക്തം കയറി ഇറങ്ങട്ടെ. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം സകല പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറഞ്ഞ അതേ രക്തത്താൽ നീ വിശുദ്ധീകരിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മാധ്യസ്ഥനെ കേൾപ്പിക്കട്ടെ. കർത്താവിൻ്റെ കണ്ണ് നിന്നെ ആവശ്യിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, touch with the fire of finger, soak with the precious blood. Lord, infuse His Spirit, and with the authority of the Catholic Church, with the power of Jesus Christ, with the merit of some holy priesthood, I impart the peace and grace upon your home. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശ് അടയാളത്തിൽ നിൻ്റെ ഭവനത്തെ, നിൻ്റെ ജീവിതത്തെ, നിൻ്റെ ഉദ്യമങ്ങളെ, നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. കർത്താവേ, അങ്ങ് ഈ മക്കളുടെ ഇന്നത്തെ വഴിയാത്രയ്ക്ക് മുമ്പേ നിൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി വാദിക്കണമേ. നീ ന്യായാധിപൻ്റെ മുമ്പിൽ നിൽക്കപ്പെടുമ്പോൾ എന്ത് പറയണം മുൻകൂട്ടി ആലോചിക്കേണ്ട. നീ പറയേണ്ടത് എന്തെന്ന് ആ സമയം നിനക്ക് അറിവ് നൽകുന്ന അരുൾ ചെയ്ത കർത്താവിൻ്റെ അറിവിൻ്റെ അഭിഷേകത്താൽ നിൻ്റെ ആ സമയത്ത് നീ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നിനക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കട്ടെ. എൻ്റെ ദൈവവേദന അടിക്കടി ഓരോ ദിവസവും നീ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് കവിഞ്ഞ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തി, തിരുരത്വത്തിൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ ഉയർത്ഥാനത്തിൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ മുൾക്കിടത്തിൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ കരചരണ ആണിപ്പെടുന്നതിൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ തിരുവിലായ മുറിവിൻ്റെ ശക്തി നിൻ്റെ ആത്മാവിനെ ഭരിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. ഈ ചില സമയത്ത് നമുക്ക് മാറ്റപ്പെടാൻ പറ്റാത്ത സഹനം ഉണ്ടാകും. സഹനം കുരിശാകണ എന്താ ചില സമയത്ത് അത് മാറ്റപ്പെടാൻ പറ്റാത്ത സാധനമാണ് കുരിശെന്ന് പറയണത്. മാറ്റാവുന്നതിനെ നമ്മൾ സഹനം എന്നേ പറയത്തുള്ളൂ. സഹനം തന്നെ രണ്ട് വിധം, മാറ്റാവുന്ന സഹനമുണ്ട്, മാറ്റപ്പെടാൻ പറ്റാത്ത സഹനമുണ്ട്. അതിനാണ് ഈ മാറ്റപ്പെടാത്ത സഹനത്തെ നമ്മൾ കുരിശെന്ന് പറയണത്. 12:2 ഹെബ്രായർ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ഇത് ഭയങ്കര പാടാണ്. നമുക്കിങ്ങനെ സുഖമായിട്ടൊക്കെ അച്ഛൻ ഇങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ എന്നിട്ട് പറയാവുന്നല്ലാതെ ഇതിൻ്റെ യഥാർത്ഥത്തിൽ അനുഭവിച്ച് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ പക്ഷേ വിശ്വാസത്തിൽ ഇപ്പോൾ IAS പാസ്സാകും. വിശ്വാസത്തിൽ ITI ഉണ്ട്, IAS ഉണ്ട്.
അപ്പോൾ ഈ IAS വരാൻ വേണ്ടിയാണ് ഇതുപോലെ കുരിശ് വരണത്. അത് നമുക്ക് സിലബസ് കട്ടിയാവും. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ സിലബസ് അല്ലല്ലോ 10ാം ക്ലാസ്സിലത്. അപ്പോൾ സിലബസ് കട്ടിയാകുമ്പോൾ വിജയവും അതിനാനുപാതികമായിരിക്കും, അതേ ഉള്ളൂ. പക്ഷെ അപ്പോഴെന്ത് ചെയ്യണം? അവനെ ഓർക്കണമെന്നാണ് പറയണത്. നമുക്കുള്ള ഗുണം അതാണേ, മറ്റവർക്കില്ലാത്തൊരു ഗുണം നമുക്കുണ്ട്. എന്താ? കുരിശ്. ഇപ്പോൾ ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞിനെ കൊണ്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ സങ്കടപ്പെടുമ്പോൾ ഞാൻ കുഞ്ഞിനെ ഓർത്തല്ലേ, ഞാൻ തള്ളയെ ഓർത്താണ് ഞാൻ സങ്കടപ്പെടുന്നത്. അവരിത് എത്ര കാലം ഈ വിഷയം, അതാണ് കറക്റ്റ്. കുരിശ് മാറ്റാൻ പറ്റണില്ല. കുറേ കാശും പോവും, കുറേ സത്യവും പോവും, തനിക്കുണ്ടായിരുന്ന സന്തോഷം പോവുകയാണേ. ഇപ്പോൾ വായിച്ചത് അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച പോരെ. ഇപ്പൊ ക്രിസ്തു ആയെന്ന് അർത്ഥം. ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞിനെ ചോദ്യം നടക്കുന്ന ആളാരാണ്? ക്രിസ്തുവാണ്. അവനും ഉണ്ടായിരുന്ന സന്തോഷം പരിത്യജിക്കുന്ന ആരാണ്? ക്രിസ്തുവാണ്. അപ്പൊ നിങ്ങൾ ക്രിസ്തുവാണ്, ഒരു സംശയമില്ല. എന്താ സംഭവം? അപ്പം അതുകൊണ്ട് തന്നെ അത് കൂടി സിലബസാണെന്നേ ഉള്ളൂ. എൻ്റെ ദൈവവേദനയില് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ, കഴിഞ്ഞ സഹനം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലം ഓർക്കണം. 5 അപ്പം 5000 വേണ്ടി തീറ്റിപ്പോയിട്ട് അപ്പോൾ എത്ര കൂട്ടം നിറയെ ശേഖരിച്ചു. അപ്പം ഭൂതകാലം ഒത്ത് ഓർക്കണം. വർത്തമാനത്തെ കാലത്ത് ഒരു പ്രയാസം ഉണ്ടായാൽ ഭൂതകാലത്ത് ദൈവം ചെയ്ത കാര്യം ഓർക്കണം, ഭാവി കാലങ്ങൾ ദൈവം ചെയ്യാൻ പോണ കാര്യം ഓർക്കണം. എന്താണ് അത്? റോമ 8:18 വായിച്ചേ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന അതാണ് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ, അടിപൊളി, മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന്, വേറെ നിസ്സാരമാണ്. ഇതാണ്. അപ്പോൾ സുവിശേഷം ഭയങ്കര രസമല്ലേ? എന്താ കാര്യം? ഒരു വർത്തമാന കാലത്ത് ഒരു സഹനം ഉണ്ടായാൽ ചില സഹനങ്ങൾ മാറ്റപ്പെടാൻ പറ്റും, ചില മാറ്റാൻ പറ്റത്തില്ല, ചില കുരിശാകും. അപ്പോൾ ഹെബ്രായ 12:2 വർക്കൗട്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? കുരിശിനുള്ള ഗുണം എന്താണ്? ഭാവി അഷുറൻസ്, ഇൻഷുറൻസാണ്. നമുക്കൊരു സഹനം എന്ന് പറയുന്നത് നിത്യതയുടെ ഇൻഷുറൻസാണ്. എന്താ കാര്യം? നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത് നിസ്സാരമാണെന്ന്. ഇത് ആരാണ് എഴുതിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്? പൗലോസ് ആ അൾസർ പിടിച്ച് കുടല് പഴുത്ത് കുഞ്ഞ് താഴെ വീണ കാലത്താണ് ലുക്കായോട് പറഞ്ഞത്, ലുക്ക റൈറ്റ് ഡൗൺ, കർത്താവ് എന്നെ കാണിക്കണ കണ്ടില്ലേ? ഞാൻ എൻ്റെ അൾസറിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചാണെന്ന്. അപ്പോൾ ഉടനെ ലുക്ക എഴുതും. നമുക്കെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ അൾസർ കയറി തല മന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ചോദിക്കും, പിന്നെ എന്താണ് ഗുരുവേ, പിന്നെന്താ അപ്പോസ്തല? നമുക്ക് വെളിപ്പായിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച്. അപ്പോഴും കർത്താവ് വെളിപാട് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വെളിപാടിൻ്റെ ആധിക്യമാണത്. ആധിക്യം ഇതാണ്. എന്താണ്? ഈ അൾസർ പിടിച്ചിങ്ങനെ ചെമ്മീൻ കൂഞ്ഞിരിക്കുമ്പോഴും ലൂക്കായ്ക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് ഓർക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസ്സാരമാണെന്ന്. അതുകൊണ്ട് പൗലോസ് പറയും, ഞാൻ നല്ല ഓട്ടോടി വിശ്വാസം രക്ഷിച്ചു, നീതിയുടെ കിരീടം എനിക്ക് സൂക്ഷിച്ചിരിക്കുന്നു. അതും അവരെഴുതി വെക്കും. വിശ്വാസത്തിൻ്റെ ജീവിതമാണെന്ന് കൊടുത്തേക്കണം. അത് ലോകായിക ജീവിതമല്ല. ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു വർത്തമാന കാലത്തൊരു സങ്കടം വന്നാൽ, ഒരു സഹനം വന്നാൽ, കുരിശ് വന്നാൽ 2 സമീപനമാണ്. ഒന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ച ദൈവത്തെ ഓർക്കണം. പിന്നെ ഭാവി കാലങ്ങളിൽ സഹായിക്കാൻ പോണ ദൈവത്തെ ഓർക്കണം. എന്ത് ചെയ്യണം? സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. ചിലപ്പോൾ സന്തോഷം വെടിയുമെന്ന് പറഞ്ഞിട്ടില്ലേ? അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം വെടിഞ്ഞു എന്നല്ലേ? അതൊക്കെ എന്നൊരു വർത്തമാനമാണ്. ഇങ്ങനെ ക്രിസ്തു അല്ലാതെ ആര് ചെയ്യും? ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ദൈവം നിങ്ങളെ ക്രിസ്തുവിനെ സ്വീകരിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ആവുന്നത്ര സന്തോഷം. ഭൂമിയുടെ സന്തോഷമുണ്ട്, സ്വർഗത്തിൻ്റെ സന്തോഷമുണ്ട്. ഭൂമിയുടെ സന്തോഷം കെട്ടുപോകും, സ്വർഗത്തിൻ്റെ സന്തോഷം കെട്ടുപോകത്തില്ല. താങ്ക് യു. എൻ്റെ പേര് മേരി ലൂക്കോസ്. ഞാൻ മൂവാറ്റുപുഴയിൽ മുടവൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 മാർച്ച് 16 ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ എടുക്കാൻ കാരണം എൻ്റെ മകന് ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ അവനൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി
ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പള്ളിയിൽ നിന്ന് ഒരു പത്രം കിട്ടി. അതിൽ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന്, എൻ്റെ കൂട്ടുകാരി എറണാകുളത്തുണ്ടായിരുന്നു, പുള്ളിക്കാരിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചത്. അങ്ങനെ എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകനെ ജോലിക്ക് വിളിക്കുകയും അവന് ജോലി ലഭിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ 2 മാസം കഴിഞ്ഞ് ഞാനും എൻ്റെ സഹോദരിയും കൂടി വണ്ടിയിൽ, ഞാൻ 2 വീലർ ഓടിക്കും, 2 വീലർ ഓടിച്ച് പോയപ്പോൾ ഒരു കാറ് വന്ന് ഞങ്ങളെ ഇടിക്കുകയും ഞങ്ങൾ 2 പേരും തെറിച്ച് റോട്ടിൽ ഒത്തിരി അകലെ ചെന്നാണ് വീണത്. ഒത്തിരി ഉയർന്ന് ചാടി. പക്ഷേ ഒരു പോറൽ പോലും, ഒരു മണൽത്തരി പോലും ഞങ്ങളെ സ്പർശിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. അവിടെ ഓടിക്കൂടിയ ആൾക്കാരൊക്കെ ഞാൻ ആശുപത്രി പോകണം ചേച്ചി അങ്ങനെയൊക്കെ പറയും. എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി അങ്ങനെയൊക്കെ പറയും, ആശുപത്രി കൊണ്ടുവന്നും പറഞ്ഞ് കാറിലെ ഡ്രൈവറെ വഴക്ക് പറഞ്ഞു. പക്ഷേ എനിക്കൊന്നും സംഭവിച്ചില്ല, ഞാൻ എൻ്റെ ദൈവം കാത്തു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോന്നു. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ എൻ്റെ സഹോദരിക്ക് കൊറോണ വന്ന് ശ്വാസം മുട്ടൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഹോസ്പിറ്റലിലൊന്നും ബെഡില്ലാതെ, വെൻറ്റിലേറ്ററിലൊന്നും സൗകര്യമില്ലാതെ അവർ വീട്ടിൽ തന്നെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ രാത്രി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കരഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ മാതാവ് സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു, നിൻ്റെ സഹോദരിക്ക് സുഖമായി, നിനക്ക് സമാധാനമായില്ലേ, സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ അനിയത്തിയോടെ വിളിച്ചു. നേരം വെളുത്ത് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, രാത്രി എന്താ സംഭവിച്ചതെന്നറിയില്ല, ഒരു കുഴപ്പമില്ല, പൂർണ്ണമായിട്ട് സുഖമായി എന്ന് പറഞ്ഞു. ഇതെല്ലാം നടത്തി തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. 2021 ജൂൺ 14 എൻ്റെ ഭർത്താവിൻ്റെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ബൈക്കിൽ പോയപ്പോൾ ഒരു കാറ് വന്ന് ഇടിക്കുകയായിരുന്നു. അപ്പോൾ നട്ടൽ വിട്ടുപോയി. പിന്നെ തലയ്ക്കും കാലിനും വാരിയലിനൊക്കെ അങ്ങനെ 4 സർജറി വേണമെന്ന് പറഞ്ഞു. ആദ്യം വണ്ടാനത്താണ് കൊണ്ടു ചെന്നത്. അവിടുന്ന് പിന്നെ പെട്ടെന്ന് തന്നെ എറണാകുളം ലെക്ചറിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് അത്ര ബോധമൊന്നും ഇല്ലായിരുന്നു എൻ്റെ ഭർത്താവിനിങ്ങനെ വന്നപ്പോൾ. അപ്പോൾ അവർ ആദ്യം തന്നെ സർജറി ചെയ്യാൻ കയറ്റി. പിന്നെ എല്ലാം ബോധമൊക്കെ വന്നപ്പോൾ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മറ്റ് 3 സർജറിയും വേണ്ടെന്ന് വെച്ചു. ഏട്ടന് പിന്നീട് ചെയ്ത സ്കാൻ റിപ്പോർട്ടിൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എങ്കിലും അവിടെ അങ്ങനെ 3 ആഴ്ച അവിടെ അഡ്മിറ്റായി. അപ്പോൾ ഡോക്ടർ ഒരു ദിവസം വന്ന് പറഞ്ഞു, കാലിൻ്റെ വിരലെങ്കിലും ഒന്ന് അനക്കണമെങ്കിൽ 9 മാസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർ വന്ന് പോയതിന് ശേഷം എൻ്റെ അനിയത്തിനെ വിട്ട് അമ്മ മാതാവിൻ്റെ തൈലം വരുത്തിച്ച് എൻ്റെ ഏട്ടൻ്റെ വിരലുകളിൽ പുരട്ടിയപ്പോൾ ആ നിമിഷം തന്നെ എൻ്റെ ഏട്ടൻ്റെ കാലിൻ്റെ വിരലനങ്ങാൻ തുടങ്ങി. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അവിടെ 7 ലക്ഷം രൂപയോളമായി. പിന്നെ എൻ്റെ കയ്യിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് എൻ്റെ ഏട്ടനെ നല്ലോണം നോക്കണമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നും ഇല്ല, ഞാനെൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്, ഞങ്ങളുടെ വാടക വീട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത്, എൻ്റെ ഏട്ടനെ നല്ലോണം എനിക്ക് നോക്കണം, അതിന് അമ്മ എൻ്റെ കൂടെ വരണം, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ എന്നെ സഹായിച്ചു. ഈ നിമിഷം വരെ എനിക്ക് ഒരുപാട് സാമ്പത്തികം വേണ്ടി വന്നിരുന്നു ഏട്ടനെ നോക്കാനായിട്ട്. കാരണം എന്നാൽ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്നെങ്കിൽ അനങ്ങയോ ഒന്നും ഇല്ലായിരുന്നു, ഒരേ കിടപ്പായിരുന്നു, കിടപ്പിലായിരുന്നു, മോഷണം യൂറിനും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എൻ്റെ അമ്മ മാതാവ് എന്നെ ഈ നിമിഷം വരെ എന്നെ പരിപാലിച്ച് എൻ്റെ ഈശോയെ നടത്തി. എൻ്റെ ഇടവകയിലെ ഞങ്ങളുടെ തോമസ് അച്ഛനും ഇടവകയിലെ എല്ലാ ജനങ്ങളും ഞങ്ങൾ ഈ നിമിഷം സഹായിച്ച് ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം എൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്, ഈശോയുടെ അനുഗ്രഹം കൊണ്ടാണ്, ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെ വീട്ടിൽ വന്നൊരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉടമ്പടി ദാനത്തിൽ ചൊവ്വാഴ്ച കൂടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭർത്താവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ നോക്കിയപ്പോൾ ഇടത്തെ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഒരു കണ്ണിൽ കൂടി മാത്രം കണ്ണീര് ഒഴുകുന്നു എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം ജോസഫച്ചൻ പറഞ്ഞു, ഇടത്തെ കണ്ണിൽ കൂടി കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കിടപ്പ് രോഗിയെ ഈ നിമിഷം ഈശോ സുഖപ്പെടുത്തുന്നു.
അതെൻ്റെ ഭർത്താവായിരുന്നു. കാരണം ആ നിമിഷം തൊട്ട് എൻ്റെ ഏട്ടന് എളുപ്പം ഈ ചരിയാനും ഇരിക്കാനും ഒക്കെയുള്ള കൃപ എൻ്റെ അമ്മ മാതാവിശ്വയും കൊടുത്തു. കോടാനോട് നന്ദി പറയുന്നു. ഞാൻ ആഗ്നസ്, ആലുവ 8 ഏക്കർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഡിസംബർ 30 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വളരെ ഒരു മനോവിഷമം ഉണ്ടായത് എൻ്റെ ജീവിത പങ്കാളി. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് 8 വർഷത്തോളം ചെന്നൈയിലുണ്ടായിരുന്നു. അവിടെ ആയിരുന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പെന്തക്കോസ്ത് സഭയിൽ പോവുകയും മാതാവിൽ നിന്ന് മാതാവിൻ്റെ ജപമാല ചെല്ലാതിരിക്കുകയും പ്രാർത്ഥിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതെനിക്ക് വളരെ വിഷമമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പുള്ളിക്ക് ഭക്ഷണം ഇറക്കുന്നതിനും ശ്വാസം എടുക്കുന്നതിനും വളരെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ ആ പുള്ളിക്ക് കുറച്ച് നാളങ്ങനെ ഞാൻ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് കുറേ ആൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്വാസം എടുക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി മാതാവിലേക്ക് തിരിച്ചു വരികയും ജപമാലയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അപ്പം ഞാൻ പിന്നീട് ഉടമ്പടിയിൽ വെച്ച വേറൊരു നിയോഗം എനിക്കൊരു ജോലി ലഭിക്കണമെന്നായിരുന്നു. അപ്പോൾ എനിക്ക് പുള്ളിയെ നോക്കുന്നതുകൊണ്ട്, ജീവിത പങ്കാളിയെ നോക്കുന്നതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ആണെന്ന് ജോലി ലഭിച്ചത്. അവർ പഠിക്കുകയായിരുന്നു. പഠിത്തത്തോടൊപ്പം 3 പേരാണ് മക്കൾ, ഒരാണും 2 പെൺകുട്ടികളും. അവർക്ക് പഠിത്തത്തോടൊപ്പം അന്ന് ജോലി ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ അവർക്ക് അതിലും ഭേദപ്പെട്ട നല്ലൊരു ജോലിയിലായിരിക്കുന്നു. ഇതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ക്രൈസ്തവ കുടുംബം വന്ന് താമസിച്ച് അവർ വന്നത് അമൃത ആശുപത്രിയിൽ അവരുടെ മരുമകന് ഹാർട്ട് ചുരുങ്ങുന്ന ഒരു അസുഖമായിരുന്നു. 20% പമ്പിങ്. വളരെ അമൃതയിൽ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു. അവർ വളരെയധികം മനോവിഷമത്തിലായിരുന്നു. ഞാൻ അവരെ ഇവിടെ കൊണ്ടുവരികയും ജോസഫ് അച്ഛൻ ആ മകനെ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ മകൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് 40 45 ഇപ്പോൾ 65% എന്ന് പറയുന്നു. പിന്നെ ആ മകൾ മാതാവിൻ്റെ ഇവിടുത്തെ ഒരു കൈപ്പുസ്തകം വാങ്ങിയിരുന്നു. അത് വെച്ച് എപ്പോഴും രാത്രി 12 മണി വരെ വായിച്ച് പ്രാർത്ഥിച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കസേരയിലിരുന്ന് വാങ്ങിപ്പോയി 12 വരെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ മകൾ ആ കൈപ്പുസ്തകത്തിൽ പരിശുദ്ധ അമ്മയെ അതേ രൂപത്തിൽ LED ബൾബിനേക്കാൾ പ്രകാശത്തിൽ കാണുകയാണ്. ആ മകൾ ഞെട്ടി എഴുന്നേറ്റെന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും അമ്മയെ കാണാൻ ആഗ്രഹിച്ച് പിന്നെ കണ്ടില്ല. പിന്നെ അവരെന്നോട് പറഞ്ഞ് ഞങ്ങളൊരു നിമിത്തമാണ് ഇവിടെ വന്ന് താമസിക്കാനിടയായതും എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്താണ് വന്ന് താമസിച്ചത്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു നിമിത്തമാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണമെന്ന് പറഞ്ഞ് ആ മകളെയും കുടുംബവും ഇവിടെ വന്ന് നന്ദി പറയുകയും പിന്നെ ഉടമ്പടി എടുക്കുകയും അവർ ചെയ്ത് ഇതെല്ലാം ചെയ്തു തന്ന പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മഹിഷ. ഞാൻ ഉദയംപേരൂരിൽ നിന്ന് വന്നി. 2019 ജൂലൈ 4 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. എൻ്റെ മകൾക്ക് ക്യാൻസറായിരുന്നു. അത് അമ്മ മാതാവ് മാറ്റിത്തന്ന് കണ്ണീരോടുകൂടി ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി എനിക്ക് മാതാവ് അത് മാറ്റിത്തന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് 25 വർഷമായി വഴിയില്ലാഞ്ഞ് വഴി തന്നു എനിക്ക് അമ്മ മാതാവ്. മൂന്നാമത്തെ കാര്യം, എൻ്റെ കാലിന് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അത് തൈലം പുരട്ടി ഉപ്പിട്ട് കാല് കഴുകി അതും മാറ്റിത്തന്നു. പിന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ അമ്മ മാതാവ് എന്നെ സഹായിച്ച്. ഈ നന്ദി, കോടാനുകോടി നന്ദി
ഈശോയ്ക്കും മാതാവിനും നന്ദി. എൻ്റെ പേര് ജിഷ. ഞാൻ കോട്ടയം ജില്ലയിലെ പാല എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ആദ്യം എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ ചീനിക്കുഴി എന്ന സ്ഥലത്തായിരുന്നു. ഞാൻ 2019 ഡിസംബർ 6-ാം തീയതി ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് 6 മാസമായുള്ളൂ. അപ്പോൾ എന്തെന്ന് അറിയാൻ മേലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഞാൻ കഴിഞ്ഞുകൊണ്ട് വന്നിരുന്നത്. എനിക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ഭവനമായിരുന്നു. എനിക്ക് ഭവനമുണ്ട്, പക്ഷേ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഒക്കെ കാരണം എനിക്ക് അമ്മയും വയസ്സായ അമ്മയും 2 പിള്ളേരും ഞാനും ഉള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ താമസിക്കുക എന്നുള്ളത് അനുയോജ്യമായ കാര്യമല്ല. അത് കാരണം ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ആദ്യം ഉടമ്പടി പ്രാർത്ഥിച്ചത് എനിക്കൊരു ഭവനം വേണം, വീട് സ്ഥലം വാങ്ങിക്കണമെന്ന്. 2020 കോവിഡ് വന്ന് ലോക്ക്ഡൗൺ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജൂൺ മാസത്തിൽ പാലായിൽ ഞാൻ സ്ഥലം വാങ്ങി. അതേ തുടർന്ന് ഉടനെ വീട് പണിയാൻ തുടങ്ങി. ഞാൻ 2021 വീട് കയറി കൂടി. നല്ല മനോഹരമായ നല്ല ഭംഗിയുള്ളൊരു വീട് അമ്മ എനിക്ക് തന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഇളയ മോൻ പഠിക്കാൻ ഇച്ചിരി മടിയുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവന് പഠിക്കാൻ. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് എൻ്റെ കുഞ്ഞ് പാസ്സാകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ കൊച്ച് നല്ല മാർക്കോടി പാസ്സായി. എൻ്റെ അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് അലർജി രോഗമാണ്, ചൊറിച്ചിലാണ്, ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് മേലെല്ലാം പൊട്ടി അപ്പടിയും വെള്ളം ഒഴുകുക. മരുന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ തൽക്കാലത്തേക്ക് കുറയും, പിന്നെ അതുപോലെ തന്നെ. അമ്മ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഉടമ്പടി തൈലം കൊടുത്ത് അമ്മ വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഉടമ്പടി പത്രം അതിനകത്ത് സാക്ഷ്യം വായിച്ചിട്ട് അമ്മ തൈലം ശരീരത്ത് പുരട്ടും. അങ്ങനെ അത് പുരട്ടി അമ്മയുടെ മേത്ത് അതിൻ്റെ പാട് പോലും ഇല്ല. അങ്ങനെ ഒരു സംഭവം അങ്ങനെ ശരീരത്തിൽ ഉണ്ടായതാണെന്ന് പോലും അറിയില്ല. അടുത്തത് ഞാൻ കഴിഞ്ഞ മാസം ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അന്ന് ഉടമ്പടി പ്രാർത്ഥനയുണ്ട്, കൃപാസന പ്രാർത്ഥന. ആ സമയം ഞാൻ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന കൂടാനുള്ള തിടക്കത്തിലാണ്. അപ്പോൾ കഞ്ഞി വെച്ച് വാർത്തപ്പം എൻ്റെ മേത്തോട്ട് ആ കഞ്ഞിവെള്ളം മുഴുവൻ ചാടിയെന്ന് വെച്ചാൽ എൻ്റെ ശങ്ക, കാല് എല്ലാം പൊള്ളിയിട്ട് ഒരു നിർവാഹമില്ല. ഭയങ്കര നീറ്റിലും വേദനയും, വസ്ത്രം വരെ ഇടാൻ മേല. അത് കഴിഞ്ഞ് ഞാൻ വേഗം പോയി ബാത്റൂമിൽ പോയി മേത്ത് വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞ് പേസ്റ്റ് തൂത്തു, അറിയാവുന്ന പോലെയൊക്കെ ചെയ്തു. ഒരു രക്ഷയില്ല. വേഗം ഞാൻ പോയി തൈലം എടുത്ത് വാതിലടച്ചിട്ട് ഞാൻ എൻ്റെ ശരീരത്ത് തൂത്തു. ഉടമ്പടി പ്രാർത്ഥന തുടങ്ങുന്ന സമയമായപ്പം എൻ്റെ മേത്തുനിന്ന് നീറ്റിലോ പുകച്ചലോ ആ മേത്ത ചുമന്ന കളർ പോലുമില്ല. ഞാൻ നോക്കിയിട്ട് എൻ്റെ മേത്തൊരു ചുമപ്പ് കളർ പോലില്ല. മേലൊക്കെ ചുവന്നായിരുന്നു ശരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെ വസ്ത്രം ഇടുമെന്നൊക്കെ ഓർത്ത് വിഷമിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുക. പിള്ളേർ വീട്ടിലില്ലായിരുന്നു. അവർ വന്നപ്പോൾ അമ്മയുടെ മേല് പൊള്ളിയതാണ്. അമ്മ ഇപ്പോൾ എങ്ങനെ വസ്ത്രം ഇട്ടതാ? അമ്മ ഞാൻ ഉടമ്പടി പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുക, കൃപാസനം പ്രാർത്ഥന. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയണം. അതുകൂടാതെ അമ്മ എനിക്ക് ഒത്തിരി ചെറുതും വലുതായ അനുഗ്രഹങ്ങൾ തന്നു. എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ജപമാലയെല്ലാമുള്ള കൃപ കിട്ടി. എത്ര ജപമാല വേണേലും എനിക്ക് ഒരു മടുപ്പുമില്ലാതെ ചെന്ന് ചെല്ലാൻ എനിക്ക് അനുഗ്രഹം തന്നു. 25, 30, 40, 33 ഒക്കെ വെച്ച് എനിക്ക് സമയമുള്ള സമയത്തൊക്കെ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം എനിക്ക് ജപമാലയെല്ലാം അമ്മ എനിക്ക് വലിയൊരു അനുഗ്രഹവും കൃപയും എനിക്ക് തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് റിജുല. ഞാൻ ഇടുക്കി ജില്ലയിലെ അറക്കുളം എന്ന് പറഞ്ഞ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ 2022 ജനുവരി 3-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അതിനു മുന്നേ 3 പ്രാവശ്യം ഞാൻ OET എക്സാം എഴുതിയായിരുന്നു. അപ്പം ഡിസംബർ 12-ാം തീയതിയാണ് ഞാൻ ലാസ്റ്റ് എക്സാം എഴുതിയത്. അന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. ഇങ്ങനെ എക്സാം റിസൾട്ടിൻ്റെ കുറേ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും, മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. ഡിസംബർ 12-ാം തീയതി എനിക്കിവിടെ വരാൻ പറ്റിയില്ല ഉടമ്പടി എടുക്കാനായിട്ട് ആ സമയത്ത്. അപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, എനിക്ക് റിസൾട്ട് നന്നായി കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഉറപ്പായിട്ടും ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം കൊടുക്കും. മാതാവ് എനിക്കത് വാങ്ങിച്ചു തരും എന്നുള്ള ഉറപ്പിൽ ഞാൻ എക്സാം എഴുതി. പിന്നെ ജനുവരി 3-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് എനിക്കിവിടെ വരാൻ പറ്റി. ഞാൻ ഉടമ്പടി എടുത്തു. പിന്നീട് ജനുവരി 12-ാം തീയതിയാണ് എൻ്റെ റിസൾട്ട് വന്നത്.
എനിക്ക് അറിഞ്ഞൂടെ, എക്സാം എനിക്ക് നല്ല ടഫായിരുന്നു. എന്നാലും മാതാവിനോടുള്ള വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, ഉടമ്പടിയൊക്കെ പ്രാർത്ഥിച്ചു, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. ജനുവരി 12 റിസൾട്ട് നോക്കാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ മാതാവ് എന്നെ കൈവിട്ടില്ല. ബ്രാൻഡ് B കിട്ടി, എനിക്ക് UK അല്ലെങ്കിൽ അയർലൻഡ് സ്കോർ കിട്ടി. മാതാവ് എന്നെ വിജയിപ്പിച്ചു. പിന്നെ ഓരോ പ്രോസസ്സിങ്ങിലും മാതാവിൻ്റെ പ്രത്യേക കരുതൽ ഞാൻ കണ്ടു. കാരണം CBT എക്സാം എഴുതണ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ 3 മണിക്കൂറിൻ്റെ എക്സാം ഞാൻ അരമണിക്കൂർ എടുത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ എഴുതി തീരാനായിട്ട്. വലിയൊരു അനുഗ്രഹം മാതാവ് ആ ഇതിൽ എനിക്ക് തന്നു. 3/4 മണിക്കൂറിൽ ഞാൻ എക്സാം എഴുതി പുറത്തു വന്നു. നല്ല മാർക്കോടുകൂടി CBT എക്സാമും പാസ്സായി. പിന്നെ ജൂലൈ 8 എനിക്ക് നാളത്തെ കഴിഞ്ഞ് പോകാനുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് ശരിയാക്കി തന്നു. UK ജോലിയും കിട്ടി, വിസ എല്ലാം ശരിയായി. എല്ലാം മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് മാത്രമാണ്.